Today we are going to discuss what we mean by coordination. Coordination. So, certain authors consider coordination as a separate function of management, and Henry Fayol is one such author. But ചില authors, management thinkers, coordination എന്ന് പറയുന്നത് മാനേജ്മെന്റ് വേറെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് കരുതുന്നവരുണ്ട്. ഹെൻറി ഫയോൾ അങ്ങനത്തെ ഒരു ഓഥറാണ്. പക്ഷെ at the same time certain authors consider coordination as a part of directing or direction. Direction അല്ലെങ്കിൽ directing എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് coordination വരുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. So whatever it is, what do you mean by coordination? Coordination is the unification, integration and synchronization of group efforts so as to provide unity of action in achieving common goal. നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ നമുക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. ബിസിനസ്സിന് മേ ബി പ്രോഫിറ്റ് മേക്കിങ്ങോ അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് സെയിൽസോ എന്തെങ്കിലും കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് കുറെ എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്തിരിക്കണം. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എഫേർട്ട് ഒക്കെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഒക്കെ എഫേർട്ടിന് എന്ത് വേണം? ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ, ഒരു സിങ്ക്രണൈസേഷൻ വേണം അല്ലെ? ഈ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അവരുടെ ആ എഫേർട്ടില് ഒരു യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റഗ്രേഷൻ, ഒരു സിങ്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it is the unification, integration and synchronization of group efforts so as to provide unity of action in achieving common goal. Common goal achieve ചെയ്യാൻ വേണ്ടിയിട്ട് actions അല്ലെങ്കിൽ employeesന്റെ effortsനെ sync ചെയ്യുന്നതിനെയാണ് coordination. So coordination is the achievement of orderly group effort and unity of action in the pursuit of a common purpose. ഇത് Mooney and Rayleigh കൊടുത്തിട്ടുള്ള definition ആണ്. Now, what are the features of coordination? It is an activity of management. അതായത് മാനേജ്മെന്റ് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? ആൾക്കാരുടെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുക. അത് ഇറ്റ് മൈറ്റ് നോട്ട് ഹാപ്പൻ ഓർഗാനിക്കലി സംഭവിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഡെലിബറേറ്റ് ആയിട്ട് ആ കോർഡിനേഷൻ മാനേജ്മെന്റ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് ചെയ്യണം. ഓക്കെ, then group efforts are arranged orderly. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷനുള്ളിൽ കുറെ ആൾക്കാർ വന്നിട്ട് അവരുടെ ഒക്കെ ഇൻഡിവിജ്വൽ എഫേർട്സും കുറെ ഡിപ്പാർട്ട്മെന്റ് ആക്കി തിരിച്ച് ആ ഗ്രൂപ്പിന്റെ ഒക്കെ എഫേർട്സ് ഉണ്ടാവും. ആ എഫേർട്ടിനെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർഡർലി അറേഞ്ച് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കണം. അതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുക. ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കോർഡിനേഷൻ. ആ എഫേർട്സ് ഒക്കെ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവിലേക്ക് എത്തുക, അതിനാ സിങ്ക് കൊണ്ടുവരാം. aims to secure unity of action for achieving common objective. നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂണിറ്റി ഓഫ് ആക്ഷൻ കൊണ്ടുവരിക. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് ഇപ്പോൾ ഇൻക്രീസിങ് പ്രോഫിറ്റ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്ന പോലെ ഉള്ള രീതിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ, അവരുടെ എല്ലാ ആക്ഷനും ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് ആയിരിക്കണം. സോ യൂണിറ്റി ഓഫ് ആക്ഷൻ സെക്യൂർ ചെയ്യാം. ഓക്കെ, ഫോർ അച്ചീവിങ് കോമൺ ഒബ്ജക്റ്റീവ്. Continuous process, like any other function of management, it is a continuous process and it is also required at all levels of management. Management എല്ലാ ലെവലിലും വേണ്ടുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് കോർഡിനേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. 5 ഫംഗ്ഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാറ്. മേരി പാർക്കർ ഫാലറ്റ് ആണ് ഇതിലെ മിക്ക ഫംഗ്ഷൻസും പറഞ്ഞിട്ടുള്ളത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ there has to be proper direct contact between the മാനേജേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് സുപ്പീരിയേഴ്സ്. ഈ സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിലും അതേപോലെ തന്നെ കൊളീഗ്സ് തമ്മിലൊക്കെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോർഡിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. സബോർഡിനേറ്റും സുപ്പീരിയറും തമ്മിലും ഒരേ ലെവലിൽ ഇരിക്കുന്ന സബോർഡിനേറ്റ്സ് ഒക്കെ തമ്മിലൊരു നല്ല ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവണം. എത്ര അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുന്നു അത്രയും എഫക്റ്റീവ് ആവും എന്ത്? കോർഡിനേഷൻ. Then early stages. കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കേണ്ട കാര്യമല്ല. മേരി പാർക്കർ ഫാലറ്റ് ആണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബിഗിൻ ഈവൻ അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ്. ഓർഗനൈസേഷന്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറേശ്ശെ കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. Then reciprocal relationship. Reciprocal relationship എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ all departments are interrelated and interdependent. Okay, അപ്പൊ അതുകൊണ്ട് തന്നെ all departments or all groups have reciprocal relationship. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം ചെയ്താൽ
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ചും പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതൊക്കെ ആ പ്രൊഡക്ഷൻ ചെയ്യുന്ന കാര്യമൊക്കെ മാർക്കറ്റിങ്ങിനെയും അതേപോലെ തന്നെ ഫിനാൻസിനെയും ഒക്കെ എഫക്ട് ചെയ്യും. സോ all the different groups in an organization is said to have reciprocal relationships. Okay, അവരൊക്കെ interdependent ആണ്, reciprocal relationships ഉണ്ട്. So definitely there needs to be proper coordination. അതുകൊണ്ട് തന്നെ coordination വളരെ important ആണ്. കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനും തമ്മിൽ നല്ല കോർഡിനേഷൻ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം all the departments are interdependent. Principle of continuity. Then coordination, as I said, ഒരു continuous process ആണ്. It doesn't end. It has to be continuously done. Principle of self coordination. Self coordination എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ പറഞ്ഞ പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സെൽഫായിട്ട് കോർഡിനേഷൻ ചെയ്യാം. അതായത് ആരും അവരോട് പറയാതെ തന്നെ അല്ലെങ്കിൽ ആരും ചെയ്യാണ്ട് തന്നെ വോളണ്ടറി ആയിട്ട് അവർ കോർഡിനേഷൻ ചെയ്യാം. ബിക്കോസ് വി നോ ദാറ്റ് എവറി ഡിപ്പാർട്ട്മെന്റ് ഓർ എവറി ഗ്രൂപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ഹാസ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഓർ ഈവൻ എവറി എംപ്ലോയീസ് ഹസ് ഗോട്ട് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ചെയ്താൽ അത് ഡെഫിനറ്റ്ലി വേറെ ഡിപ്പാർട്ട്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു കാര്യം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഗ്രൂപ്പും സെൽഫ് കോർഡിനേഷൻ ചെയ്യുക. അവർ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മനസ്സിലാക്കിയിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിനെ ഫേവറബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ, അവരുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻസ് മാത്രം എടുക്കുക. സോ ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. നെക്സ്റ്റ് പറയുന്ന ടെക്നീക്സ് ഫോർ കോർഡിനേഷൻ. ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടെക്നീക്സ് യൂസ് ചെയ്യാം? സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. എപ്പോഴും ഓർഗനൈസേഷൻ സ്ട്രക്ചർ സിംപ്ലിഫൈഡ് ആണെങ്കിൽ, വലിയ കോംപ്ലെക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ കോർഡിനേഷൻ. ഓക്കെ, ഹാർമണൈസ്ഡ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. പിന്നെ കമ്പനിയുടെ ഉള്ളിലെ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഹാർമണൈസ് ചെയ്യുക. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പോളിസി, വേറൊരു ഡിപ്പാർട്ട്മെന്റ് വേറെ പോളിസി, മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് വേറെ പോളിസി, അങ്ങനെ അല്ലാണ്ട് എല്ലാത്തിനും ഒരു യൂണിറ്റ് കൊണ്ടുവരാം. വെൽ ഡിസൈൻഡ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നല്ല പ്രോപ്പർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കോർഡിനേഷൻ ഉണ്ടാവുള്ളൂ. സ്പെഷ്യൽ കോർഡിനേറ്റേഴ്സ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക്, മാനേജേഴ്സിനെ നമുക്ക് നിയമിക്കാൻ പറ്റും. സോ their main function will be to coordinate activities. Coordination by committees. കമ്മിറ്റീസ് രൂപീകരിച്ചിട്ടും കോർഡിനേഷൻ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസ് ആണ്. അതല്ലാണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അപ്പൊ ആ കമ്മിറ്റിയുടെ ഉള്ളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു എന്താ പറയാ, ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും കൂടി ഒരുമിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി. അപ്പൊ അവർക്ക് ആ കമ്മിറ്റിയുടെ ഉള്ളിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനിക്കാം, തീരുമാനങ്ങൾ, ഡിസിഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ച് ചെയ്യാൻ പറ്റും. സോ അപ്പൊ അവിടെയും ഒരു എന്ത് വരും? കോർഡിനേഷൻ വരും. ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാണ്ട് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് പോലെയൊക്കെ വെച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. വോളണ്ടറി കോർഡിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് കോർഡിനേഷൻ സെയിം പോയിന്റ് ആണ് ഇത്. വോളണ്ടറി കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് കോർഡിനേഷൻ. ഓരോ ഇൻഡിവിജ്വലും അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ വർക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും മറ്റ് ഇൻഡിവിജ്വൽസും ആയിട്ട് കോർഡിനേറ്റഡ് ആവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. കോർഡിനേഷൻ ബൈ സൂപ്പർവിഷൻ. പിന്നെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് കോർഡിനേഷൻ കൊണ്ടുവരാം. ഓക്കെ, കൃത്യമായിട്ട് കോർഡിനേഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് എപ്പോഴും അതിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ, കോർഡിനേഷൻ ഉണ്ടോ എന്നുള്ള. ഇല്ലെങ്കിൽ സൂപ്പർവിഷനിലൂടെ കോർഡിനേഷൻ കൊണ്ടുവരാം. Cooperation. So what do you mean by cooperation? Cooperation refers to collective effort of people who associate voluntarily to achieve specified objective. ഒരു particular objective achieve ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു common objective achieve ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒരുമിച്ച് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ഇടുമ്പോഴാണ് അതിനെ കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിൽ
നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ആ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്. ആ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബിസിനസിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ എംപ്ലോയീസും എല്ലാ വർക്കേഴ്സും അവരുടെ എഫേർട്ട് ഇടുമ്പോൾ ആ കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട്, ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ് ഇടുന്ന കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിനെയാണ് നമ്മൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഇസ് ഡിഫറെന്റ് ടേംസ്. കോർപ്പറേഷൻ ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കുള്ളൂ? കോർഡിനേഷൻ സംഭവിക്കുള്ളൂ. ഒരു ബിസിനസ്സിൽ കോർഡിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആളുകൾ തമ്മിലൊരു സിങ്ക്രനൈസേഷനും ആളുകളുടെ ആക്ഷൻസ് തമ്മിലൊരു യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? അവർ തമ്മിലൊരു കോർപ്പറേഷൻ ഉണ്ടാവണം. അതായത് അവരുടെ എല്ലാവരുടെ എഫേർട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക് വേണ്ടിയിട്ട് കളക്റ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. Now, what is the difference between coordination and cooperation? Coordination is deliberate and conscious effort to bring together activities of various individuals. Cooperation refers to collective efforts of people who associate voluntarily to achieve specific objective. Coordination എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. നമ്മൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ആളുകൾ തമ്മിലൊരു യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആളുകളുടെ ആക്ടിവിറ്റീസിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നൊരു ഡെലിബറേറ്റ് ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുക. കോർപ്പറേഷൻ ഓൺ ദ അതർ ഹാൻഡ് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് വോളണ്ടറിലി. ഓക്കെ. ആളുകൾ ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക് വേണ്ടിയിട്ട് കുറേ പേര് കളക്റ്റീവായിട്ട് എഫേർട്ട് ഇടുന്നു. ഓക്കെ. ഒരു ടീം, ആ ടീമിന്റെ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ആ ടീം മെമ്പേഴ്സ് എല്ലാവരും വോളണ്ടറിലി ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഫേർട്ട് ഇടുമ്പോൾ അതിനെയാണ് കോർപ്പറേഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് വോളണ്ടറിലി. ഓക്കെ. ആൻഡ് ഇറ്റ് ഇസ് എ കളക്റ്റീവ് എഫേർട്ട്. ഓക്കെ. എല്ലാവരും കൂടി കളക്റ്റീവ് ആയിട്ടാണ് ആ ഒരു എഫേർട്ട് ഇടുന്നത്. ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ എല്ലാവരും കൂടി കളക്റ്റീവ് ആയിട്ട് ഇടുന്ന എഫേർട്ടാണ്. കോർപ്പറേഷൻ ഇസ് വോളണ്ടറി, കോർഡിനേഷൻ ഇസ് കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെഫിനേഷൻ ആണ് രണ്ടിന്റെയും. ഇതിൽ കൃത്യമായിട്ട് പറയുകയാണ് കോർപ്പറേഷൻ വോളണ്ടറി ആണ്, കോർഡിനേഷൻ പക്ഷെ എന്താണ്? ഡെലിബറേറ്റ് ആണ്. ഓക്കെ. ദെൻ cooperation originate out of informal relation while coordination is achieved through formal and informal relation. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ റിലേഷൻ കൊണ്ട് ഉണ്ടാവുന്ന, ഒരു ടീമിന്റെ ഉള്ളിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ആ ടീം മെമ്പേഴ്സ് തമ്മിൽ ഒരു ഇൻഫോർമൽ റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. അവരൊക്കെ തമ്മിൽ പരസ്പരം ഒരു നല്ല ഇൻഫോർമൽ റിലേഷൻ, നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു കൊളീഗ്സ് എന്ന നിലയ്ക്കാണെങ്കിലും നല്ലൊരു ജെല്ലുള്ളതുകൊണ്ടാണ്. അറ്റ് ദ സെയിം ടൈം കോർഡിനേഷൻ ഇസ് അച്ചീവ്ഡ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻ. കോർഡിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടും വേണം, ഫോർമൽ റിലേഷനും വേണം, ഇൻഫോർമൽ റിലേഷനും വേണം. ഇനി ഫോർമൽ ആയിട്ടുള്ള റിലേഷൻ ഇല്ലെങ്കിലും കോർഡിനേഷൻ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഫോർമൽ റിലേഷൻ കൊണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻ ഇല്ലെങ്കിലും കോർഡിനേഷൻ നമുക്ക് ഒരു ഫോർമൽ റിലേഷനിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. Cooperation is necessary but not a sufficient condition of coordination. Okay. Coordination achieve ചെയ്യണമെന്നുണ്ടെങ്കിൽ കോപ്പറേഷൻ ഉള്ളത് നല്ലതാണ്. ആളുകൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉള്ളൊരു ടീമിലാണെങ്കിൽ കോർഡിനേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് അച്ചീവ്. ഒരു കമ്പനിയുടെ ഉള്ളിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡിവിജ്വൽസ് തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോർഡിനേഷൻ എളുപ്പമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ കോപ്പറേഷൻ ഇല്ലെങ്കിലും കോർഡിനേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. കോപ്പറേഷൻ ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ബട്ട് ബൈ ഇറ്റ് സെൽഫ് കനോട്ട് ഗ്യാരണ്ടി കോർഡിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നല്ല കോപ്പറേഷൻ ഉണ്ടാവും എംപ്ലോയീസ് തമ്മിൽ, അതായത് പരസ്പരം നല്ല സഹകരണം. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകരണമാണ് അല്ലെ. നല്ല സഹകരണം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. സഹകരണം ഉണ്ടായതുകൊണ്ട് മാത്രം എന്തുണ്ടായിക്കൊള്ളുന്നില്ല? കോർഡിനേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ. ഇറ്റ് വിൽ ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. സഹകരണം ഉണ്ടെങ്കിൽ കോർഡിനേഷനെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം കോർഡിനേഷൻ ഉണ്ടാവണമെന്ന് ഗ്യാരണ്ടി ഇല്ല. ഓക്കെ.